ഒരു ചിത്രം 1000 കഥ പറയുമെന്നാണല്ലോ. ഞാൻ നിങ്ങളെ 2 ചിത്രങ്ങൾ ഈ നിമിഷം കാണിക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യത്തെ ചിത്രത്തിലേക്ക് പോകാം. ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഐക്യരാഷ്ട്രസഭയുടെ ഓഷ്യൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതാണ്. ഫ്രാൻസിലെ നീസിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. സമുദ്ര പരിസ്ഥിതിയുടെ ശോഷണം തടയാൻ പ്ലാസ്റ്റിക് മലിനീകരണം, ഇതൊക്കെയാണ് ഈ ഉച്ചകോടിയിൽ പ്രതിനിധികൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം. ഇനി നമുക്ക് രണ്ടാമത്തെ ദൃശ്യത്തിലേക്ക് പോകാം. അത് രാമേശ്വരം ധനുഷ്കോടിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നത്. പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ തീരത്തടിഞ്ഞിരിക്കുകയാണ്. ബീച്ച് പരിസരത്താണ് 50 ബാഗ് കെമിക്കൽ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തിയത്. ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ വന്നടിയുന്നത് ഒരാഴ്ചയായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ 2 ദൃശ്യങ്ങളും ഇപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാൻ ഒരു കാര്യമുണ്ട്. MSC എൽസ കൊച്ചി തീരത്ത് മുങ്ങിയത് മെയ് 24-നാണ്. ഇന്നേക്ക് 18 ദിവസമാകുന്നു. 3 ജില്ലകളിലെ തീരത്ത് പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞു കൂടുകയാണ്. എത്ര മത്സ്യസമ്പത്ത് നശിച്ചു, ഇനി എത്ര നശിക്കുമെന്നതിൽ ഒരു വിലയിരുത്തൽ പോലും സാധ്യമല്ല. നഷ്ടപരിഹാരത്തിൽ ധാരണയായോ? അതുമില്ല. ആദ്യം കേസെടുക്കേണ്ട എന്ന നിലപാടിലായിരുന്നു സർക്കാർ. പക്ഷേ ആ നിലപാടിൽ ഒരു തിരുത്തൽ ഇന്ന് വരുത്തിയിട്ടുണ്ട്. MSC എൽസ 3 കപ്പലിനെതിരെ ഇന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നമുക്ക് ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക്, FIRന്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകാം. ഇതുപോലെ കേസ് എന്തായാലും മുക്കാൻ കഴിയില്ല, വിവാദങ്ങൾ ചർച്ചയായപ്പോൾ മുക്കാൻ കഴിയില്ല എന്ന് സർക്കാരിന് മനസ്സിലാകുന്നു. അവസാനം കേസ് എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. കപ്പലിന്റെ ഉടമയാണ് 1-ാം പ്രതി. MSC എൽസ 3 കപ്പലിനെതിരെ കേസെടുത്തിരിക്കുന്നു. കപ്പലിന്റെ ഉടമ 1-ാം പ്രതിയാണ്. അതോടൊപ്പം തന്നെ ആ കപ്പലിലുണ്ടായിരുന്ന ക്രൂ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പോലീസാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി അറിയേണ്ടത്, മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ കപ്പലിനെതിരെ ക്രിമിനൽ കേസ് വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അതും പോരാഞ്ഞ് ചീഫ് സെക്രട്ടറിയുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പിൽ ഈ കപ്പൽ കമ്പനിക്ക്, MSC എൽസ 3 എന്ന കപ്പൽ കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല ബന്ധമെന്നും ആ ബന്ധം തുടരേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഈ നിലപാടിൽ നിന്നൊക്കെ പിന്നോട്ട് പോകാൻ എന്തായിരിക്കും കാരണം? അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അനന്തൻ, എന്താണ് ഈ യു ടേണിനുള്ള കാരണം? ആര്യ, കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് കൊച്ചി തീരത്തിനോട് ചേർന്ന് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിക്ക് പോയ MSC എൽസ 3 എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ഇത് വലിയ അപകടമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളുടെ സർക്കാരിന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഗൗരവം ആദ്യഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് മത്സ്യബന്ധന മേഖലയിൽ നിന്നടക്കം വലിയ ആശങ്ക ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ ആ ഘട്ടത്തിലും ഈ കപ്പലുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ സർക്കാർ പിന്നോക്കം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അന്നുയർന്ന പ്രധാനപ്പെട്ട ആരോപണം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഈ ഷിപ്പുകൾ വരുന്നത് MSC കമ്പനിയുടേതാണ്. അദാനി ഗ്രൂപ്പും MSC കമ്പനിയും തമ്മിൽ ഉള്ള സൗഹൃദം, അത് കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ വലിയ നിയമ നടപടികളിലേക്ക് ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് പോകാത്തത് എന്നുള്ളൊരു വിമർശനം കാര്യവുമായി ഉയർന്നിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ കേസ് എടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്നു. അതിനൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് വലിയ പ്രതിഷേധത്തിൻ്റെ ആരംഭങ്ങൾ കണ്ടു തുടങ്ങി. ഈ ഒരു ഘട്ടത്തിലാണിപ്പോൾ കമ്പനിക്കെതിരെ കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഇമെയിൽ മുഖാന്തരം CPM നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച പരാതി കണക്കിലെടുത്തുകൊണ്ട് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പ്രധാനമായും ഈ കപ്പൽ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ടുണ്ടായ അപകടം എന്നാണ് ഈ FIRൽ പറയുന്നത്. അതിൽ കപ്പൽ കമ്പനി ഉടമയാണ് 1-ാം പ്രതി, കപ്പലിൻ്റെ കപ്പിത്താനാണ് 2-ാം പ്രതി, കപ്പലിലെ ജീവനക്കാരാണ് 3-ാം പ്രതിസ്ഥാനത്തുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത്, FIRൽ പറയുന്നത്, ഈ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള, തീപിടിക്കാൻ സാധ്യത ഉൾപ്പെടെയുള്ള വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകളുമായി പോകുന്ന കപ്പൽ ഉദാസീനമായി ഓടിക്കുകയും അത് അപകടത്തിൽ കൊണ്ട് ചാടിക്കുകയും അതിനൊപ്പം തന്നെ അത് നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഈ FIRൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഗൗരവപ്പെട്ട ഒരു സംഗതി നമ്മളുടെ തീരത്ത് നടന്നു എന്നുള്ള കാര്യം സർക്കാർ ഇപ്പോൾ സമ്മതിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ കേസ് വൈകിയെങ്കിലും എടുത്തത് വലിയ ആശ്വാസമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണം ഉന്നയിച്ചവർ പറയുന്നത്. കാരണം കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു നിയമ നടപടി ആരംഭിക്കുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ആര്യ, ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ചർച്ച
ചർച്ചകൾ വേണം, ഉച്ചകോടികൾ വേണം, ജനപ്രതിനിധികൾ ലോകമെമ്പാടുമുള്ള ആശയങ്ങൾ കേൾക്കുകയും വേണം. പക്ഷേ അതൊക്കെ ഈ ആശയങ്ങൾ കേട്ടാൽ മാത്രം പോരല്ലോ, അത് നടപ്പാക്കുന്നുണ്ടെന്ന് ആരാണ് ഉറപ്പാക്കുക? കപ്പലിലെ രാസവസ്തുക്കൾ കേരളത്തിന്റെ കടലിലാണ് ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. വിഴിഞ്ഞം മുതൽ ആലപ്പുഴ വരെ കടൽ തീരങ്ങളിൽ ഗുരുതരമായ പാരിസ്ഥിതികാഘാതങ്ങൾ ഉണ്ടാവുകയാണ്. 10,000-കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടിരിക്കുകയാണ്. MSC എൽസ 3 വിഴിഞ്ഞത്തെ പ്രധാന ഇടപാടുകാരാണ്. MSC ഗൗതം അദാനിയുടെ പാർട്ട്ണറാണ്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, കടലിലടിഞ്ഞ മാലിന്യം എങ്ങനെ നീക്കം ചെയ്യും എന്ന് സർക്കാരിന് വല്ല ഐഡിയയുമുണ്ടോ? ആരായിരിക്കും അത് നീക്കം ചെയ്യുക? ഈ മുങ്ങിയിരിക്കുന്ന MSC എൽസ 3 എന്ന കപ്പൽ അത് എങ്ങനെയാണ് മാറ്റുക? മഴ തുടങ്ങിയാൽ, കാലവർഷം ശക്തിപ്പെട്ടാൽ ഈ മാലിന്യം മാറ്റുക സാധ്യമായിരിക്കുമോ? നാലാമതായി, ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതിൽ തട്ടി അപകടമുണ്ടായാൽ ആരായിരിക്കും ഉത്തരവാദി? ഇതുവരെ ഇത്രയായി 18 ദിവസം പിന്നിടുന്നു. നഷ്ടപരിഹാര തുകയിൽ എന്തെങ്കിലും ധാരണയിൽ എത്തിയിട്ടുണ്ടോ?